ഫ്രണ്ട്സ്, IITയുടെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ പെർമനന്റ് വേക്കൻസിയാണ് IIT കാൺപൂരിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. നമുക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വിവിധ പോസ്റ്റുകൾ ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി, ഗ്രൂപ്പ് എ കാറ്റഗറിയിലുള്ള പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല സാലറിയും ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ ഉള്ള പോസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം, എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. പിന്നെ ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനലിൽ കയറി വീഡിയോസ് ഉള്ള സെലക്ട് ചെയ്താൽ മതി. റീസെൻ്റ് ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം. ഇനി സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ സമീപത്തായിട്ട് നിങ്ങൾക്ക് ജോയിൻ ബട്ടൺ ഉണ്ടാവും. ജോയിൻ ബട്ടണിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ മെമ്പേഴ്സ് ഓൺലി വീഡിയോസും നമ്മൾ വിവിധ കാറ്റഗറിയിൽ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഇനിയും നമ്മൾ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ അത്തരം വീഡിയോസും പാടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൂടെ കാണാം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാൺപൂർ. അപ്പോൾ ഇതിലേക്ക് റെഗുലർ വേക്കൻസി, അതായത് പെർമനന്റ് വേക്കൻസിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇവിടെ പോസ്റ്റ് നെയിം, അതുപോലെ നമ്പർ ഓഫ് വേക്കൻസി, പേ ലെവലൊക്കെ കാണാം. അപ്പോൾ അതിലേക്ക് വിളിച്ചിരിക്കുന്ന ഒന്നാമത്തെ പോസ്റ്റ് സീരിയൽ നമ്പർ നോക്കുക. നിങ്ങൾക്ക് ഒന്നാമത്തെ സൂപ്രണ്ടൻറ്റിംഗ് എഞ്ചിനീയർ ആണ്, സിവിലാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഒരു വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. അതിൽ ആ വേക്കൻസി SCക്ക് മാത്രം റിസർവ്ഡ് വേക്കൻസിയാണ്. മറ്റു കാൻഡിഡേറ്റ്സിനൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളത് നോക്കണം നിങ്ങൾ. അല്ലാത്ത വേക്കൻസികളുണ്ട്, ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസി ഉണ്ട്. വെയിറ്റ് ചെയ്യുക. ഡെപ്യൂട്ടി രജിസ്ട്രാർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 3 വേക്കൻസി ഉണ്ട്. അതിൽ റിസർവ്ഡ് വേക്കൻസികളാണ്, ജനറൽ വേക്കൻസി ഇല്ല. അതുകൊണ്ട് ഈ റിസർവ്ഡ് കാൻഡിഡേറ്റ്സിന് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിവിൽ ഇതിലേക്ക് ഒരു വേക്കൻസി OBCക്ക് മാത്രമാണ്. OBC കാൻഡിഡേറ്റ്സിന് അപ്ലൈ. അതിൻ്റെ പേ ലെവലൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം. പിന്നെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഇതിലൊരു വേക്കൻസിയാണ്. ഓക്കെ, അത് STക്ക് മാത്രമാണ്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഇതിലൊരു വേക്കൻസി STക്ക് മാത്രമാണ്. പിന്നെ PWBD കാൻഡിഡേറ്റ്സിൻ്റെ ഒരു വേക്കൻസി ഉണ്ട്. അങ്ങനെ 2 വേക്കൻസിയാണ്. അസിസ്റ്റന്റ് കൗൺസിലറാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 2 വേക്കൻസി OBCക്ക്, 2 വേക്കൻസി ടോട്ടൽ വിളിച്ചിരിക്കുന്നത്. OBC കാൻഡിഡേറ്റ്സ് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ഹാൾ മാനേജ്മെൻറ്റ് ഓഫീസർ വിളിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ഒരു വേക്കൻസിയാണ്. ആ ഒരു വേക്കൻസി SCക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. മെഡിക്കൽ ഓഫീസർ 3 വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ജൂനിയർ സൂപ്രണ്ടൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അതിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 7 വേക്കൻസി ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ ജനറൽ കണ്ടോ, ഇതിൽ അൺറിസർവ്ഡ് പോസ്റ്റായിട്ട് ഒരു വേക്കൻസി ഉണ്ട്. ഈ അൺറിസർവ്ഡ് പോസ്റ്റിലുള്ള വേക്കൻസിയിലേക്ക് ഈ പറയുന്ന റിസർവ്ഡ് വേക്കൻസി ഇല്ലെങ്കിൽ, ഇപ്പോൾ ഈ ഒരു വേക്കൻസി ആണ് EWS ആണ്. അപ്പോൾ EWSന് ഇവിടെ റിസർവ്ഡ് വേക്കൻസി ഇല്ലെങ്കിലും ഈ അൺറിസർവ്ഡ് പോസ്റ്റിലേക്ക് ആർക്കും വേണമെങ്കിലും അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ SC ST OBC ഒക്കെ വേക്കൻസി ഉണ്ട്. പിന്നെ PWBD കാൻഡിഡേറ്റ്സിനും ഡിസബിലിറ്റി ഉള്ള വിദ്യാർത്ഥികളുണ്ട്, അവർക്കും വേക്കൻസി ഉണ്ട് കേട്ടോ അതിൽ. പിന്നെ ലീഗലിൽ 2 വേക്കൻസി, അതിലും ജനറൽ ഒരു വേക്കൻസി ഉണ്ട്. ആർക്കും വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. റിസർവ്ഡ് വേക്കൻസി ഇല്ലാന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യാതിരിക്കേണ്ട. അപ്പോൾ റിസർവ്ഡ് SC ST OBC ഇവർക്കൊക്കെ ആർക്ക് വേണമെങ്കിലും ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ അക്കൗണ്ട്സിൽ ഒരു വേക്കൻസി ഉണ്ട്, അത് ജനറൽ ഉണ്ട്. 2 വേക്കൻസി ഉണ്ട്. ഒന്ന് ഈ പറയുന്ന നമ്മുടെ OBC കാൻഡിഡേറ്റ്സിനാണ്, ഒരു വേക്കൻസി ജനറലുമാണ്. അപ്പോൾ ഈ ഒരു വേക്കൻസിയിലേക്ക് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അങ്ങനെ 2 വേക്കൻസി. ഇനി ജൂനിയർ ടെക്നിക്കൽ സൂപ്രണ്ടൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അഡ്വാൻസ് സെൻറ്റർ ഫോർ മെറ്റീരിയൽ സയൻസിലൊരു വേക്കൻസി, അതിൽ SCക്ക് മാത്രം റിസർവ് വേക്കൻസിയാണ്. പിന്നെ അഡ്വാൻസ് സെൻറ്റർ ഓഫ് മെറ്റീരിയൽ സയൻസിൽ XRF അതിലൊരു വേക്കൻസി ജനറലാണ്, ആർക്കാണെങ്കിൽ അപ്ലൈ ചെയ്യാം. പിന്നെ സൈബർ സെക്യൂരിറ്റിയിൽ ഒരു വേക്കൻസി ഉണ്ട്, അതും ഈ പറയുന്ന ST കാൻഡിഡേറ്റ്സിന് റിസർവ്ഡ് ആണ്. മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 2 വേക്കൻസിയാണ്. അതുപോലെ അതിൻ്റെ തന്നെ നിങ്ങൾക്ക് കൂടെ കാണാം മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ ഒരു വേക്കൻസി വേറെ AEE വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ നമുക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, അതായത് ഫ്രഷേഴ്സിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസിയാണ് ഈ ജൂനിയർ അസിസ്റ്റൻറ്റ്. 21 വേക്കൻസി ഉണ്ട്. അപ്പം നമ്മൾ ഈ നമ്പർ അത്യാവശ്യം എന്താണ് നമ്മൾ നിസ്സാരമായിട്ട് കാണണ്ട എന്നുള്ളതാണ്. അത്യാവശ്യം നമ്മൾ വർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടാവുന്നതാണ്. കാരണം മറ്റു SSC അല്ലെങ്കിൽ UPSC എക്സാമോ അല്ലെങ്കിൽ അതൊന്നുമല്ല, ഇതിന് വേറെ തന്നെ ഡയറക്റ്റ് എക്സാമും കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷനൊക്കെ അതിനെ വെച്ച് വളരെ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കാനാണ് സാധ്യത. അപ്പോൾ അതിൽ നിങ്ങൾക്ക് 11 വേക്കൻസിയും അൺറിസർവ്ഡ് പോസ്റ്റാണ്, ആർക്കും വേണമെങ്കിൽ അതിലേക്ക് അപ്ലൈ ചെയ്യാം. അതല്ലാതെ റിസർവ്ഡ് വേക്കൻസികളും ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസബിലിറ്റി ഉള്ളവർക്കും ഉണ്ട്. പിന്നെ വരുന്നത് സീരിയൽ നമ്പർ 12 ജൂനിയർ ടെക്നീഷ്യനാണ്. ഇതിൽ നിങ്ങൾക്ക് എയറോസ്പേസ് എഞ്ചിനീയറിംഗിൽ ഒരു വേക്കൻസി, അത് ജനറലാണ്, ആർക്കും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. കെമിസ്ട്രി ഉണ്ട്, അതിലും ജനറൽ വേക്കൻസി ഉണ്ട്. അല്ലാതെ റിസർവ്ഡ് വേക്കൻസി ഉണ്ട്, ആർക്കും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. 4 വേക്കൻസി. സിവിൽ എഞ്ചിനീയറിംഗിൽ ഒരു വേക്കൻസി, അത് ജനറലാണ്, ആർക്കും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ 4 വേക്കൻസി, അതിൽ റിസർവ്ഡ് വേക്കൻസി മാത്രമേ ഉള്ളൂ. SCയും അതുപോലെ OBCക്ക് മാത്രമേ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എർത്ത് സയൻസിൽ ഒരു വേക്കൻസി, അത് ഈ പറയുന്ന SC കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് 4 വേക്കൻസി ഉണ്ട്, അതിൽ 2 അൺറിസർവ്ഡ് പോസ്റ്റാണ്, ആർക്കും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ബാക്കിയൊക്കെ റിസർവ്ഡ് വേക്കൻസികൾ 2 ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം. ഒന്ന് STക്കും ഒന്ന് ഒന്ന് SCക്കും ഒന്ന് EWSനായിരിക്കും. പിന്നെ അതുപോലെ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസിലേക്ക് ഒരു വേക്കൻസി, അത് അൺറിസർവ്ഡ് പോസ്റ്റാണ്, ആർക്കും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി അതുപോലെ ഇൻ്റലിജൻസ് സിസ്റ്റം നിങ്ങൾക്ക് ഇവിടെ കാണാം, ജനറൽ പോസ്റ്റാണ്, ആർക്കാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഏത് കാറ്റഗറിയിലുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 2 വേക്കൻസീസ്, ഇതൊക്കെ ജനറൽ പോസ്റ്റാണ്, ആർക്കാണെങ്കിൽ അപ്ലൈ കേട്ടോ. മെറ്റീരിയൽ സയൻസ് ആൻഡ് ഇതിൽ EEയിൽ വരുന്നത് ഒരു വേക്കൻസി, അതും ജനറലാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഒരു വേക്കൻസി, അത് 2 വേക്കൻസിൻ്റെ, ഒന്ന് SCക്കും ഒന്ന് ജനറൽ വേക്കൻസിയാണ്.
പിന്നെ ഫിസിക്സിൽ നിങ്ങൾക്ക് 6 വേക്കൻസി ഉണ്ട്. 4 വേക്കൻസി ജനറൽ വേക്കൻസിയാണ്, ആർക്കും വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. പിന്നെ ഒന്ന് EWSനും ഒന്ന് SCക്കും റിസർവ്ഡ് ആയിട്ടുണ്ട്. അങ്ങനെ 80 വേക്കൻസിയാണ് ടോട്ടൽ വിളിച്ചിരിക്കുന്നത്. അതിൽ ജനറൽ കാൻഡിഡേറ്റ്സിന് മാത്രമായിട്ട് 34, ബാക്കി റിസർവ് വേക്കൻസികളോടെ ലിസ്റ്റ് ചെയ്ത് കാണാം. അപ്പോൾ അതിൻ്റെ ഏജ് ലിമിറ്റ് ആദ്യം പറയാം. ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഇതിൽ 3 ഗ്രൂപ്പായിട്ടാണ് വരുന്നത്. ഗ്രൂപ്പ് എ കാറ്റഗറി ഉള്ള പോസ്റ്റാണ്, അത് ഏറ്റവും ഉയർന്ന പോസ്റ്റുകൾ അതാണ്. അതിൽ പേ ലെവൽ 10 അതിൻ്റെ മുകളിലേക്കാണ് വരുന്നത്. അതിന് സീരിയൽ നമ്പർ 1 മുതൽ 8 വരെയുള്ള പോസ്റ്റൊക്കെ ഗ്രൂപ്പ് എ കാറ്റഗറിയിൽ പെടുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സീരിയൽ നമ്പർ നോക്കിയാൽ മതി, 1 മുതൽ 8 വരെ ഏതൊക്കെ പോസ്റ്റാണ് നോക്കുക. അപ്പോൾ അതിൽ ഉള്ള ആ പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 45 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇനി റിസർവ്ഡ് പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ SC ST ആണെങ്കിൽ 5 വർഷം, OBC ആണെങ്കിൽ 3 വർഷം, PWBD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 10 വർഷം മുതൽ ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഗ്രൂപ്പ് ബി പോസ്റ്റ് പേ ലെവൽ 6 ആണ് വരിക. അത് സീരിയൽ നമ്പർ 9ഉം 10ഉം ആണ് ഈ പറയുന്ന ഗ്രൂപ്പ് ബി കാറ്റഗറിയിലുള്ള പോസ്റ്റ് വരുന്നത്. ഇതിലേക്ക് 35 വയസ്സ് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. റിസർവ് വാക്കൻസിയിലേക്ക് അപ്ലൈ ആണെങ്കിൽ ഏജ് റിലാക്സേഷൻ ഉണ്ടാവും. ഗ്രൂപ്പ് സി പോസ്റ്റ് ഉണ്ട്, 11ഉം 12ഉം സീരിയൽ നമ്പർ വരുന്ന പോസ്റ്റാണ് ഗ്രൂപ്പ് സി. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് 30 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഓരോ പോസ്റ്റിൻ്റെയും നമ്മൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ നോക്കാം. ആദ്യം നമുക്ക് ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് സി പോസ്റ്റ് നോക്കാം, എന്നിട്ട് ഗ്രൂപ്പ് എ നോക്കാം. ഗ്രൂപ്പ് എയിലേക്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, അതിന് ശേഷം നമുക്ക് മറ്റു പോസ്റ്റുകൾ നോക്കാം കേട്ടോ. ഓക്കെ, താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാണ്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ നോക്കുന്നത് പല കാറ്റഗറി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അത് നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, ആദ്യം നമ്മൾ നോക്കുന്നത് ജൂനിയർ അസിസ്റ്റൻ്റ് ആണ്. അതാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത് ഇതിലാണ്. അപ്പോൾ ജൂനിയർ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ 11 പോസ്റ്റ് ജനറൽ വേക്കൻസിയാണ്, ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. 4 പോസ്റ്റ് SC, 4 പോസ്റ്റ് SC, 1 പോസ്റ്റ് ST, 2 പോസ്റ്റ് EWS, പിന്നെ 2 PWBD, അതായത് ഡിസബിലിറ്റി ഉള്ള വിദ്യാർത്ഥികൾക്ക് മാറ്റിവെച്ചതാണ്. ഓക്കെ, അങ്ങനെയുള്ള പോസ്റ്റുകളാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും വിഷയത്തിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടോ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും സീരിയൽ നമ്പർ 11 എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിലേക്ക് എന്ത് വേണം, നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള നോളജ് ഉണ്ടായിരിക്കണം. അതിന് സർട്ടിഫിക്കറ്റോ കാര്യങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ഒരു ഡിഗ്രി മതി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഏജിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ സീരിയൽ നമ്പർ 11 ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, അത് നോക്കിയാൽ മതി. നിങ്ങൾ സീരിയൽ നമ്പർ 11 നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് 30 വയസ്സ് വരെ. സീരിയൽ നമ്പർ 11ഉം 12ഉം 30 വയസ്സ് വരെ അപ്ലൈ പറ്റും. ഓക്കെ, 11ഉം 12ഉം 30 വയസ്സ് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് അതാണ് ഇതിൽ നല്ലൊരു പോസ്റ്റ്, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു പോസ്റ്റാണ്. ജസ്റ്റ് ഡിഗ്രി ഉണ്ടായാൽ മതി, കമ്പ്യൂട്ടറുള്ള നോളജ് ഉണ്ട്, നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഡിസൈറബിൾ നിർബന്ധമല്ല, ഇത് ഉണ്ടെങ്കിൽ നല്ലതാണ്. ഉണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തോളൂ. മിനിമം ഒരു 50% മാർക്ക് വേണം എന്നുള്ള നിർബന്ധമല്ല. അപ്പോൾ ഇതിലേക്ക് ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ് ഒരു ഡിഗ്രി നിങ്ങൾ പാസ്സാണോ, ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി പാസ്സാണോ, അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അടുത്ത ഒരു പ്രധാനപ്പെട്ട പോസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സീരിയൽ നമ്പർ 12 ആണ്, ജൂനിയർ ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് അൺറിസർവ്ഡ് പോസ്റ്റിന് 15 വേക്കൻസി ഉണ്ട്, ആർക്കും നിങ്ങൾക്ക് എടുക്കാം. പിന്നെ റിസർവ് വേക്കൻസികളോടെ കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് എയറോസ്പേസ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക്, അതായത് ഓരോ ഡിസിപ്ലിൻ വൈസ് വേക്കൻസിയാണ്. 12ൽ തന്നെ 12A ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ എയറോസ്പേസ് എഞ്ചിനീയറിംഗിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എയറോസ്പേസ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം, യാതൊരു എക്സ്പീരിയൻസും വേണ്ട. അതല്ലെങ്കിൽ 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ ഉള്ളവർക്ക് എയറോസ്പേസോ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അലൈഡ് ഗ്രൂപ്പിലുള്ള ഡിപ്ലോമ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. മെക്കാനിക്കൽ എഞ്ചിനീയറുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് എന്താണ് 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ എയറോസ്പേസുമായി ബന്ധപ്പെട്ട് അത് മറ്റു ഡിപ്ലോമകൾ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യും. 3 ഇയർ ഡ്യൂറേഷൻ വേണമെന്നുള്ളതാണ്. ഓക്കെ, ഡിസർവ് ക്വാളിഫിക്കേഷൻ നിർബന്ധമല്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആപ്ലിക്കേഷൻ ഫോമിൽ കൊടുക്കാവുന്നതാണ്. ഓക്കെ, എയറോസ്പേസ് അതിൽ 12ൽ A പറഞ്ഞു, 12B കെമിസ്ട്രി ആണല്ലോ. കെമിസ്ട്രിയിലേക്ക് അപ്ലൈ ചെയ്യാൻ കെമിസ്ട്രിയിലുള്ള ഡിഗ്രിയാണ്, അല്ലെങ്കിൽ അപ്ലൈഡ് കെമിസ്ട്രിയിലുള്ള അല്ലെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഡിഗ്രി. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഡിഗ്രി കെമിസ്ട്രിയിലോ അല്ലെങ്കിൽ അപ്ലൈഡ് കെമിസ്ട്രിയിലോ അല്ലെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം, യാതൊരു എക്സ്പീരിയൻസും വേണ്ട. അടുത്ത സിവിലാണ് 12C. സിവിലേക്ക് നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. BA BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം, യാതൊരു എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. ഇനി അടുത്തത് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ IT-ലോ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ IT-ലോ നിങ്ങൾക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഫീൽഡിലോ നിങ്ങൾക്ക് എന്താണ് 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം ഫ്രഷേഴ്സിന്. അടുത്തത് 12E ആണ്, എർത്ത് സയൻസ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ജിയോളജിയിലോ അല്ലെങ്കിൽ എർത്ത് സയൻസിലോ എന്താണ് ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ജിയോളജി അല്ലെങ്കിൽ എർത്ത് സയൻസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ ഉണ്ടെങ്കിലും ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് 12F ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ
ഇലക്ട്രിക്കൽ ആണല്ലോ. അപ്പോൾ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് എന്താണ് ഡിപ്ലോമ 3 ഇയർ ഡ്യൂറേഷണൽ ഡിപ്ലോമ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് 12G ആണ്, ഹ്യൂമാനിറ്റി ആൻഡ് സോഷ്യൽ സയൻസ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് BSc അല്ലെങ്കിൽ BA ഓണേഴ്സ് ആൻഡ് ഡിഗ്രിയാണ് പറയുന്നത് ഇൻ സൈക്കോളജി. അപ്പോൾ സൈക്കോളജിയിലുള്ള BSc അല്ലെങ്കിൽ BA ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇനി അത് അല്ലെങ്കിൽ അടുത്തത് ഇൻ്റലിജൻസ് സിസ്റ്റമാണ് H12. ഇതിലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിലോ IT-ലോ അല്ലെങ്കിൽ AI-ലോ നിങ്ങൾക്ക് എന്താണ് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി MCA കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ടും ഇതിലേക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡിഗ്രി ഡിപ്ലോമ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT അല്ലെങ്കിൽ AI-യുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിഗ്രിയോ അല്ലെങ്കിൽ ഡിപ്ലോമ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അത്രയും കാര്യങ്ങളാണ്. പിന്നെ 12 നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും IE ആണ് വരുന്നത്. ഓക്കെ, ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മെറ്റീരിയൽ സയൻസ് ആണ്. അപ്പോൾ മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ മെറ്റലർജിയിലോ അല്ലെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ അതിൻ്റെ അലൈഡ് ഫീൽഡിലുള്ള ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലുള്ള നോളജ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് 12 അതിൽ തന്നെ A ഉണ്ട് B ഉണ്ട്. അപ്പോൾ Bയിൽ നിങ്ങൾക്ക് ഇവിടെ ഇലക്ട്രിക്കൽ ഇവിടെ EE നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇലക്ട്രിക്കലാണ്. അപ്പോൾ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗിൽ അതിൻ്റെ ലൈഡ് ഗ്രൂപ്പിലുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇല്ലെങ്കിൽ 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് 12J മെക്കാനിക്കലിലേക്കാണ്. മെക്കാനിക്കൽ അല്ലെങ്കിൽ എയറോസ്പേസിലോ ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഡിപ്ലോമ 3 ഇയർ ഡ്യൂറേഷണൽ ഡിപ്ലോമ അതുമായി ബന്ധപ്പെട്ട് 3 ഇയർ ഡ്യൂറേഷണൽ ഡിപ്ലോമ ഉണ്ട് അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി 12K ഫിസിക്സ് ആണ്. ജസ്റ്റ് ഫിസിക്സ് അല്ലെങ്കിൽ അപ്ലൈഡ് ഫിസിക്സ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫിസിക്സ് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഫീൽഡിൽ എനിക്ക് ജസ്റ്റ് ഡിഗ്രി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇത്രയുമാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ. ഈ പറഞ്ഞിരിക്കുന്ന 12 സീൽ നമ്പർ 12 11 നമ്മൾ പറഞ്ഞു. ഇതിൽ ഈ സീൽ നമ്പർ 12ഉം 11ലേക്കും നിങ്ങൾക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. ഇനി ബാക്കിയുള്ള പോസ്റ്റുകളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അടുത്ത് നമ്മൾ നോക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ ഇവിടെ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഇനി ബാക്കി നമുക്ക് മുകളിൽ നിന്ന് ഇങ്ങോട്ട് നോക്കാം, അതായിരിക്കും നല്ലത്. ഓക്കെ, മുകളിൽ നിന്ന് താഴോട്ട് മുകളിൽ നിന്ന് താഴോട്ട് നോക്കാം കേട്ടോ. ബാക്കിയുള്ള പോസ്റ്റ് ആദ്യം നമ്മൾ ഈ പറയുന്ന സൂപ്രണ്ടൻറ്റ് എഞ്ചിനീയർ ആണ് സിവിൽ. ഇതിലേക്ക് നിങ്ങൾക്ക് 13 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അങ്ങനെയുള്ളവർ നോക്കട്ടോ, ഞാൻ ജസ്റ്റ് പറയുന്നില്ല. പിന്നെ വരുന്നത് നമുക്ക് ഡെപ്യൂട്ടി രജിസ്ട്രാർ, ഇതിൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് അസിസ്റ്റൻറ്റ് രജിസ്ട്രാറൊക്കെ ആയിട്ട് വേണം. ഇനി അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിവിൽ, ഇതിലേക്ക് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് 8 ഇയേഴ്സ് എക്സ്പീരിയൻസ് നിർബന്ധമാണ്. ഇനി അടുത്തത് നമുക്ക് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ, ഇതിലേക്ക് നിങ്ങൾക്ക് 3 ഇയർ എക്സ്പീരിയൻസ് മതി. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രി ഉണ്ട് അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ, ഇതിലേക്ക് നിങ്ങൾക്ക് 55% മാർക്കോടെ മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് ഏതെങ്കിലും വിഷയത്തിലുള്ള PG ഉണ്ടായാൽ മതി. അതായത് ഈക്വൽ അല്ലെങ്കിൽ അതിന് 55% മിനിമം ഉണ്ടായിരിക്കണം. ഗ്രേഡ് ആണെങ്കിൽ B അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള സ്കെയിലായിരിക്കണം എന്നുള്ളതാണ്. ഗുഡ് അക്കാദമിക് റെക്കോർഡൊക്കെ ആയിരിക്കണം. ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ മിനിമം 8 ഇയേഴ്സ് എക്സ്പീരിയൻസ് നിർബന്ധമല്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ട്രൈ ചെയ്യാം. പിന്നെ അസിസ്റ്റൻറ്റ് കൗൺസിലറാണ്, ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ MPhil ആണ്. ക്ലിനിക്കൽ സൈക്കോളജി അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജി എന്നാണ് പറഞ്ഞത്. ക്ലിനിക്കൽ സൈക്കോളജിയിലുള്ള MPhil ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ക്ലാസ് വേണം. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇനി MA ക്ലിനിക്കൽ സൈക്കോളജി, MSc ക്ലിനിക്കൽ സൈക്കോളജി അല്ലെങ്കിൽ MA സൈക്കോളജി ഒക്കെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക്. ഓക്കെ, ഇനി അടുത്തത് ഹാൾ മാനേജ്മെൻറ്റ് ഓഫീസറാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് ഹോട്ടൽ മാനേജ്മെൻറ്റിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഫീൽഡിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ട് അപ്ലൈ ചെയ്യാം. 5 വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമാണ് റിസോർട്ടിലൊക്കെ ഉള്ള അല്ലെങ്കിൽ ഹോട്ടലിലൊക്കെ ഉള്ള. ഇനി അടുത്തത് നിങ്ങൾക്ക് മെഡിക്കൽ ഓഫീസർ MBBS ഒക്കെ വേണം, എന്നുള്ളത് നോക്കാം. ജൂനിയർ സൂപ്രണ്ടൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതിൽ നിങ്ങൾക്ക് വേണ്ടത് 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയും 5 വർഷത്തെ എക്സ്പീരിയൻസ്. PG കേട്ടോ, PG പ്ലസ് 5 വർഷത്തെ എക്സ്പീരിയൻസ്. ഡിഗ്രി ആണെങ്കിൽ 7 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെ എക്സ്പീരിയൻസ് വേണ്ട പോസ്റ്റാണ്. പിന്നെ ലീഗലും അതുപോലെ തന്നെയാണ്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇവിടെ കാണാൻ നിയമത്തിലുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രി വേണം. അതുപോലെ 4 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ വേണം ലീഗൽ പ്രാക്ടീഷണറൊക്കെ ആയിട്ടുള്ള. ഓക്കെ, അങ്ങനെ നിങ്ങൾക്കിവിടെ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ലോ LLM ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളവർക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അങ്ങനെയുള്ളവർ നോക്കാം. പിന്നെ അത് അടുത്ത അക്കൗണ്ട്സ് ആണ്. അക്കൗണ്ട്സിലേക്ക് നിങ്ങൾക്ക് 7 ഇയേഴ്സ് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് കേട്ടോ. കൊമേഴ്സിലുള്ള ഡിഗ്രിയാണ്, 7 ഇയേഴ്സ് എക്സ്പീരിയൻസ്. ഇനി അതല്ലെങ്കിൽ PG ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊമേഴ്സിലുള്ള PG അല്ലെങ്കിൽ CA ICAA CS ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ് മതി. ഓക്കെ,
ഇനി അടുത്തത് നമ്മുടെ ജൂനിയർ ടെക്നിക്കൽ സൂപ്രണ്ട് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഇതിലേക്ക് നിങ്ങൾക്ക് 10 സീരിയൽ നമ്പർ 10 എയിൽ അഡ്വാൻസ്ഡ് സെൻറ്റർ ഫോർ മെറ്റീരിയൽ സയൻസിലേക്ക് ബി ഓർ ബി ടെക് ആണ് പറയുന്നത്. ഓക്കെ, ഇതിലേക്ക് എക്സ്പീരിയൻസ് വേണ്ട, നോക്കാൻ നമുക്ക് ബി ഓർ ബി ടെക് മെറ്റീരിയൽ സയൻസ് അല്ലെങ്കിൽ മെറ്റലർജിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിലേക്ക് ബി ഓർ ബി ടെക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബി എസ് സി മുകളിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ ബി എസ് സി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ബി എസ് സി ഉള്ളവരാണെങ്കിൽ 2 വർഷം എക്സ്പീരിയൻസ് നിർബന്ധമാണ്. ബി ഓർ ബി ടെക് ആണെങ്കിൽ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി മുകളിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉണ്ടെങ്കിൽ, പക്ഷേ ഡിപ്ലോമ ആണെങ്കിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബി ഓർ ബി ടെക് ആണെങ്കിൽ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ബി എസ് സി പറഞ്ഞിരിക്കുന്ന ഫീൽഡിൽ ബി എസ് സി ആണെങ്കിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ്, ഈ പറഞ്ഞിരിക്കുന്ന ഫീൽഡിൽ ഡിപ്ലോമ ആണെങ്കിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഈ പറയുന്ന XRF-ൻ്റെതാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ജിയോളജിയാണ്, MSc ജിയോളജി കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം ഫ്രഷേഴ്സിന്. ഇനി BSc ജിയോളജി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇനി അതല്ലെങ്കിൽ ഡിപ്ലോമ BSc-യുമായി ബന്ധപ്പെട്ട് ജിയോളജിയുമായി ബന്ധപ്പെട്ടൊക്കെ ഡിപ്ലോമ ഉണ്ടെങ്കിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അത് വെച്ചിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് കമ്പ്യൂട്ടർ സെൻ്ററാണ്, ഇതിൽ സൈബർ സെക്യൂരിറ്റി. ഇതിലേക്ക് ഇതൊക്കെ 10ൽ തന്നെ നമുക്ക് 10 എയും ബിയും ഒക്കെ ഉണ്ട്, അതിൻ്റെ ഒരു കാറ്റഗറിയാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് MCA ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ MSc അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ BE. ഓക്കെ, MSc BTech BE എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിലായിരിക്കണം. അല്ലെങ്കിൽ MCA ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇനി അല്ല BSc ഉണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഡിസിപ്ലിനിൽ IT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് ഇതിൽ BSc ഉണ്ട്, അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഡിപ്ലോമ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം, 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ 10 സിയിൽ ബി ഓർ ബി ടെക് മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് മെറ്റലർജി മെക്കാനിക്കൽ ഇതുപോലെ നിങ്ങൾക്ക് ബി ഓർ ബി ടെക് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതെങ്കിൽ ഡിപ്ലോമ ഉണ്ടെങ്കിൽ ഡിപ്ലോമ വെച്ചിട്ട് അപ്ലൈ ചെയ്യാം, പക്ഷേ 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്, കമ്പ്യൂട്ടറിലെ നോളജും വേണം എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് മെറ്റീരിയൽ മാനേജ്മെൻറ്റിൽ EE വരുന്നുണ്ടല്ലോ, ഇലക്ട്രോണിക്സ്. അപ്പോൾ ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഇതിൽ ഈ പറയുന്ന ഇതുമായി ബന്ധപ്പെട്ട് ബി ഓർ ബി ടെക് ഉണ്ടെങ്കിൽ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല ഇതുമായി ബന്ധപ്പെട്ട് ഡിപ്ലോമ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഡിപ്ലോമ ഉള്ളവരാണെങ്കിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമാണ്, കമ്പ്യൂട്ടർ നോളജും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ വാക്കൻസി ഡീറ്റെയിൽസ്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ജസ്റ്റ് നമുക്കിതിൻ്റെ നമ്മൾ അപേക്ഷ നൽകുന്നപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇനി ഏജ് റിലാക്സേഷൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. SC ആണെങ്കിൽ 5 വർഷം, OBC 3, ദെൻ PWD ആണെങ്കിൽ 10, നെക്സ്റ്റ് സർവീസ്മാൻ ആണെങ്കിൽ അവർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. പിന്നെ ഇത് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് 3/7/2026. ഓക്കെ, 3/7/2026 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ നിലവിൽ അത് ഓപ്പൺ ആയിട്ടുണ്ട് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒന്നിലധികം പോസ്റ്റിലേക്കൊക്കെ അപ്ലൈ ചെയ്യാം, അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഫീ അടയ്ക്കണം. അപ്പോൾ അപേക്ഷ ഫീസ് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഉണ്ട്. ഗ്രൂപ്പ് A കാറ്റഗറിയിലുള്ള പോസ്റ്റ് ഉണ്ടല്ലോ, അതായത് സീരിയൽ നമ്പർ 1 to 8 വരെയുള്ളതിലേക്ക് നിങ്ങൾക്ക് 1500 രൂപയാണ് വരിക. എന്നാൽ SC ST PWBD അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് നിങ്ങൾ ഏതെങ്കിലും ഈ പറയുന്ന SC ST അതല്ലെങ്കിൽ PWBD അതല്ലെങ്കിൽ നിങ്ങൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് നിങ്ങൾ ഏത് കാറ്റഗറി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് 780 അടിച്ചാൽ മതി. മറ്റൊരു 1500 അടിക്കുന്നിടത്ത് നിങ്ങൾ 780 അടിച്ചാൽ മതി. SC STക്ക് 780 മതി, PWBD കാൻഡിഡേറ്റ്സിനും 780 മതി, ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും 750 മതി. ഇനി ഗ്രൂപ്പ് B ആൻഡ് ഗ്രൂപ്പ് C കാറ്റഗറിയിലുള്ള പോസ്റ്റിലേക്കാണെങ്കിൽ 1000 രൂപയാണ് മെയിൽ കാൻഡിഡേറ്റ്സ് ആയുള്ള ജനറൽ AWS OBC കാൻഡിഡേറ്റ്സ് അടയ്ക്കേണ്ടത്. എന്നാൽ അതായത് സീരിയൽ നമ്പർ 9 to 12 ആണ് വരിക. ഇനി SC ST അതുപോലെ PWBD അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർ 500 രൂപ ഫീ അടച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഏതാണെങ്കിലും അവർക്കും ഈ പറയുന്ന ഫീയിൽ റിലാക്സേഷൻ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ കോൾ ലെറ്റർ മറ്റ് ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുക ഇമെയിൽ വഴിയാണ്. അപ്പോൾ ആക്റ്റീവായുള്ള ഇമെയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഗ്രൂപ്പ് B ഗ്രൂപ്പ് C കാറ്റഗറിയിലേക്ക് ആദ്യം റിട്ടൺ എക്സാമിനേഷൻ കാര്യങ്ങൾ, ജോബ് ഓറിയൻറ്റഡ് പ്രാക്ടിക്കൽ ടെസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാകുക. ഇനി ഗ്രൂപ്പ് A പോസ്റ്റിലേക്കാണെങ്കിൽ റിട്ടൺ എക്സാമിനേഷനും പിന്നെ ഇൻ്റർവ്യൂ കാര്യങ്ങൾ ഉണ്ടാവും കേട്ടോ. ഓക്കെ, ഈ ഗ്രൂപ്പ് B ആൻഡ് Cയിലേക്ക് ഇൻ്റർവ്യൂ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മെയിൽ വഴി നിങ്ങൾ അറിയിക്കും എന്നുള്ളതാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഉദ്യോഗാർത്ഥികളെ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അടുത്ത സ്റ്റെപ്പ് നമ്മൾ എങ്ങനെ അതിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുള്ള കാര്യങ്ങളാണ്. അപ്ലൈ ചെയ്യാനായിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം IIT കാൺപൂർ നോൺ ടീച്ചിങ് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണാം. ഇവിടെ നമ്മുടെ സോഷ്യൽ മീഡിയ അയക്കേണ്ടതിലൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ മറ്റു അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ലഭിക്കും. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാൻ നിങ്ങൾ ഏറ്റവും താഴേക്ക് വന്നാൽ ഇവിടെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് കാണാം. ഇവിടെ നോട്ടിഫിക്കേഷൻ എന്നുള്ള കാണാം, നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം ജസ്റ്റ് ഞാൻ ഓപ്പൺ ആക്കി കാണിക്കാം.
ഓക്കെ, നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ക്ലിക്ക് ചെയ്യുന്ന കൊടുത്താൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ആപ്ലിക്കേഷൻ ഫോം ലഭിക്കാൻ ക്ലിക്ക് ചെയ്യുന്ന കൊടുത്താൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം ഇവിടെ ഓപ്പൺ ആയി വരുന്നുണ്ടോ. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം. ഓക്കെ, അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഫോം നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ, ഇതായത് നമ്മൾ ഓൺലൈനായിട്ടാണ് ചെയ്യേണ്ടത്, ഓൺലൈൻ പോർട്ടലാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കുറച്ച് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾ വായിക്കുക ഒന്ന്. ഓക്കെ, അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് കണ്ട ജൂലൈ 3 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൾറെഡി ഞാനിതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കാണാം റൈറ്റ് സൈഡിൽ. ഓക്കെ, രജിസ്റ്റർ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ യൂസർ ഐ ഡി നമ്മൾ യൂസർ ഐ ഡി ഇവിടെ കൊടുക്കുക. നമ്മുടെ പേരും അതിനോട് എന്തെങ്കിലും അക്കൊക്കെ കൊടുത്താൽ മതി. ഓക്കെ, യൂസർ ഐ ഡി കൊടുക്കുക, നമ്മളൊരു പാസ്വേഡ് കൊടുക്കുക, പാസ്വേഡ് കൺഫേം ചെയ്യുക, നമ്മുടെ പേര്, മെയിൽ ഐ ഡി. ഇനി നമ്മൾ ഇവിടെ കൊടുക്കുന്ന പാസ്വേഡൊക്കെ നമുക്ക് മറന്നു പോലെ നമ്മുടെ അക്കൗണ്ട് നമുക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ക്വസ്റ്റ്യനൊക്കെ ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് വെച്ചിട്ട് അത് റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതാണത്, വേറെ ഒന്നുമല്ല. അത് ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ സെലക്ട് ചെയ്തതിൽ എന്താണ് നിങ്ങളുടെ പേര്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ഫുഡ് എന്താണ്, അങ്ങനെയുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ആൻസർ കൊടുത്തിട്ട് നമ്മൾ സബ്മിറ്റ് കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഞാനിതിൽ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുൻപ് എപ്പോഴോ നമ്മൾ വീഡിയോ ചെയ്ത സമയത്ത് ക്രിയേറ്റ് ചെയ്തതാണ്. ഞാൻ അതിൽ ലോഗിൻ ചെയ്ത് കാണിക്കും. അപ്പോൾ ക്രിയേറ്റ് ചെയ്താൽ അങ്ങനെ ഉണ്ടാവും, എനിക്കൊരു യൂസർ ഐ ഡി ഉണ്ടാവും, ഒരു പാസ്വേഡ് ഉണ്ടാവും. എന്നിട്ട് ഇവിടെ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ലോഗിൻ എന്നുള്ള ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം വെൽക്കം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം. ഓക്കെ, ഇവിടെ അഡ്വർടൈസ്മെന്റ് നമ്പർ ഉണ്ടോ 1/2026. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അഡ്വർടൈസ്മെന്റ് അതാണ്. 1/2026 സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്, ക്ലോസിംഗ് ഡേറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. ജൂൺ 4 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജൂലൈ 3 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ കണ്ടോ അപ്ലൈ ന്യൂ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഗ്രീൻ ഐക്കൺ കാണാം, അല്ലെങ്കിൽ ബട്ടൺ കാണാം. ഓക്കെ, അതിൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഓപ്പൺ ആയി വരും. അപ്പോൾ ഇത് ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്വർടൈസ്മെന്റ് നമ്പർ ആദ്യം ഇവിടെ സെലക്ട് ചെയ്യണം. 1/2026 സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏത് പോസ്റ്റിലേക്കാണ്, അപ്പോൾ ഞാനിവിടെ ജൂനിയർ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റാണ് സെലക്ട് ചെയ്തത്. അതിനുശേഷം ഏത് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള സെലക്ട് ചെയ്യാം. ഇനി അതിനുശേഷം പോസ്റ്റ് കോഡ് ഇവിടെ, അത് സീരിയൽ നമ്പർ ഇല്ലേ, പോസ്റ്റ് നമ്പർ അതിവിടെ കാണിക്കും 11 എന്നുള്ളത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ OBC നമ്മൾ ഏത് കാറ്റഗറി ആണെന്നുള്ളത് നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ജനറലാണ് കൊടുക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ OBC കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ വാലിഡ് ആയ OBC സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ വേണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ OBC ഒക്കെ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് തിരക്കിയതായിരിക്കണം. അപ്പോൾ ഞാനിവിടെ ജനറൽ എന്നാണ് കൊടുക്കുന്നത്. പിന്നെ അടുത്തായിട്ട് നിങ്ങൾക്ക് ഇവിടെ നമ്മൾ രണ്ട് ടിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിങ്ങനെ തന്നെ വിടുക. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ റെഗുലർ എംപ്ലോയി ആണെങ്കിൽ, IT റെഗുലർ എംപ്ലോയി ആണെങ്കിൽ ടിക്ക് ചെയ്യാനുള്ളതാണ്, നമ്മൾ ടിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ പ്രൊജക്ട് എംപ്ലോയി ആണെങ്കിൽ, IT കാൺപൂരിൽ പ്രൊജക്ട് എംപ്ലോയി ആണെങ്കിൽ അവർക്കും ടിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെയുള്ള ടിക്ക് ചെയ്യുക. അല്ലാത്തൊരു ജസ്റ്റ് ബ്ലാങ്ക്, ജസ്റ്റ് അൺടിക്ക് എന്നുള്ള ആ രീതിയിൽ തന്നെ നമ്മളിങ്ങനെ തന്നെ വിടുക. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുന്നു. അങ്ങനെ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മളോട് ചോദിക്കും സേവ് ചെയ്യണമെന്ന്. ഓക്കെ കൊടുക്കുക. അങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്ത് പോകാണ് വേണ്ടത്. ഇപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി, ഓൺലൈനായിട്ട് ചെയ്ത് തരും. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിങ്ങനെ ചെയ്ത് പോയാൽ മതി, മൊബൈലൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇത്രയാണ്. താങ്ക്